രാവിലെ അമ്മനോടൊന്നും ശരീരത്തിനെന്തോ ഭാരം പോലെ തോന്നി. അവൻ തിരിഞ്ഞു നോക്കിയതും ഹരിയുടെ ഒരു കാലും ഒരു കയ്യും തൻ്റെ ദേഹത്ത് വെച്ച് മുറുകെ പിടിച്ചിരിക്കുന്നതാണ് കണ്ടത്. ഒരുമിച്ച് കൂടിയത് മുതലുള്ള അവൻ്റെ ശീലമാണിത്. ഹോസ്റ്റലായിരുന്നപ്പോൾ തന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടക്കും. ചോദിക്കുമ്പോൾ കെട്ടിപ്പിടിക്കാൻ നീയല്ലേ എനിക്കുള്ളൂ എന്ന് പറയും. അവൻ ഓരോന്നോർത്തുകൊണ്ട് ഹരിയുടെ മുടിയിൽ തലോടി. ശേഷം അവനെ പതിയെ തിരിച്ചു കിടത്തിക്കൊണ്ട് എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി പോയി. ഫ്രഷായി തിരിച്ചു വന്ന് അവന് ട്രാക്ക് പാൻറ് സ്ലീവ്ലെസ് ബനിയനിട്ടുകൊണ്ട് വർക്കൗട്ട് റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് അവൻ പുഷപ്പ് എടുക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞതും ആരോ ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. കുളിച്ച് ടവൽ കൊണ്ട് മുടി ചുറ്റിക്കെട്ടി ഒരു യെല്ലോ കളർ കോപ്പ് ടോപ്പും വൈറ്റ് ലോങ് സ്കേർട്ടും ഇട്ട് കയ്യിൽ കോഫി മഗ്ഗും പിടിച്ചൊരു പുഞ്ചിരിയോടെ നിൽക്കുന്ന ദച്ചുവിനെ കണ്ട് അവൻ സ്തബ്ധനായി നിന്നു. താൻ സ്വപ്നം കാണുന്നതാണോ എന്നറിയാൻ വേണ്ടി അവൻ കണ്ണുകൾ ഇറുകെ അടച്ച് തുറന്നു നോക്കി. എന്നിട്ടും സംശയം മാറാതെ അവൻ തലയൊന്ന് കുടഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ കളി കണ്ട് ദച്ചുവിന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൾ അതേ ചിരിയോടെ തന്നെ അവൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ മുന്നിൽ ചെന്ന് കോഫി മഗ് അവൻ്റെ കയ്യിൽ കൊടുത്തപ്പോഴാണ് അവന് ബോധം വന്നത്. അവൻ അവളുടെ മുഖത്തേക്കും കയ്യിലിരിക്കുന്ന കോഫിയിലേക്കും മാറി മാറി നോക്കി. എന്തേ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. അവൻ നോക്കുന്നാണ് അവൾ ചോദിച്ചത്. അവൻ മറുപടി അറിഞ്ഞുകൊണ്ട് കോഫി ചുണ്ടോട് ചേർത്തു. കിച്ചണിലേക്ക് ചെന്നപ്പോൾ മെയ്ഡെന്തോ ജോലിയിലായിരുന്നു. ഈ സമയത്ത് കോഫി കുടിക്കുമെന്ന് സ്നേഹം പറഞ്ഞിട്ടുണ്ട്. അതാ കോഫി ഇട്ടുകൊണ്ട് വന്നു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. അവൾ ചോദിച്ചതും അവന് സിപ്പ് കൂടി എടുത്തുകൊണ്ട് പറഞ്ഞു. അതിനവൾ നിറഞ്ഞ മനസ്സോടെ ചിരിച്ചു. താൻ കുടിച്ചോ? കുടിച്ചേർത്ത് കോഫി മഗ് അവളുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചതും അതിനവളൊന്ന് മൂളിക്കൊണ്ട് തിരിഞ്ഞടന്നു. ആ പിന്നെ ഞാൻ രാവിലെ കോഫിയല്ല ഗ്രീൻ ടീയാണ് കുടിക്കാറുള്ളത്. നാളെ മുതൽ അതുകൊണ്ടുവന്നാൽ മതി കേട്ടോ. അതിന് ഞാനിനി കൊണ്ടുവരില്ലല്ലോ. അവൾ തിരിഞ്ഞു പോകുന്നുണ്ട്. അവർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അവളൊരു കുറുമ്പോടെ പറഞ്ഞു. ഓഹോ അങ്ങനെയാണോ? ആ അതെ. എന്നാ എനിക്കൊന്ന് കാണല്ലോ. നാളെ മുതൽ താൻ തന്നെ എനിക്ക് ഗ്രീൻ ടീ കൊണ്ടുവരണം. ഇല്ലെങ്കിലോ? അവൻ പറഞ്ഞിട്ട് അവൾ ചെറിയ ചിരിയോടെ പറഞ്ഞു. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അവൻ നെറ്റിയിൽ വിരലോടിച്ചെന്തോ ആലോചിക്കുന്ന പോലെ അവളുടെ അടുത്തേക്ക് നടന്നു. ഇല്ലെങ്കിൽ അവളുടെ അടുത്തെത്തിയത് അവൻ അതും പറഞ്ഞ് അവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവൾ ഞെട്ടിലോടെ കുതിരി മാറാൻ നോക്കി. ഇല്ലെങ്കിൽ ദേ ഒത്തിരി മധുരമുള്ള ഇത് ഞാനിങ്ങ് എടുക്കും. അവളുടെ ചുണ്ടുകളിൽ വിരലോടിച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവനെ നോക്കി. എന്തേ അത് മതിയോ? വേണ്ട ഞാൻ കൊണ്ടുവരാം. അവൻ ചോദിച്ചതും അവൾ പതർച്ചയോടെ പറഞ്ഞു. അത് കേട്ടതും അവനൊരു പുഞ്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ പനിനീർത്തളങ്ങൾ പോലെയുള്ള അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു. അവൻ്റെ നോട്ട് എവിടെയാണെന്ന് മനസ്സിലായതും അവളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ കയറിപ്പോയി. അവൻ പതിയെ മുഖം താഴ്ത്തി അവളുടെ നേർക്ക് വന്നു. വാതിൽ തുറന്നുകൊണ്ട് ഹരി അകത്തേക്ക് കയറിയത് ഒരുമിച്ചായിരുന്നു. ദച്ചു ഞെട്ടിലോടെ അവനിൽ നിന്ന് അകന്നു മാറി. അവനാണെങ്കിൽ ഹരി അരച്ചു കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തിൽ അവനെ നോക്കി. ഹരി അകത്തേക്ക് കയറണോ പുറത്തേക്ക് പോകണോ എന്നറിയാതെ അന്തം വിട്ട് നിന്നു. ദച്ചു അവനെ നോക്കാതെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അത് കണ്ടത് അവനെ രൂക്ഷമായിട്ട് നോക്കി. അതിനവൻ വലിച്ചൊരു ചിരിയിരിച്ചു. കൂടുതൽ കിണിക്കല്ലേ? എന്തുണ്ടാക്കാനാ കോപ്പെ നിന്നെപ്പോൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അളയോ സോറി, നിങ്ങളിവിടെ റൊമാൻസിഫിക്കേഷൻ ആയിരുന്നു ഞാൻ അറിഞ്ഞില്ല. അതെങ്ങനെയാ? ഇന്നലെ വരെ നിന്നെ കണ്ട പേടിച്ചു കൊടുത്ത പെണ്ണ് ഇന്ന് നിനക്ക് ഉമ്മക്കാൻ പാത്രം നിന്നിരുന്ന് ആരെങ്കിലും കരുതുവോ? നിന്നൊന്നും തന്നില്ല, ഞാൻ പിടിച്ചിർത്തിയതാ. ഹരി പറയുന്ന കേട്ട് സ്റ്റാൻഡിൽ കിടന്നിട്ട് അവരെടുത്ത് വിയർപ്പൊപ്പിക്കൊണ്ട് അമ്മ പറഞ്ഞു. എടാ പട്ടി, നീ എന്റെ പെങ്ങളെ ഉമ്മ വെച്ച് പീഡിപ്പിക്കാൻ നോക്കിയതാ അല്ലടാ. അത് കേട്ടതും ഹരി കപടദേഷ്യത്തോടെ പറഞ്ഞു. പിന്നെ അതിന് ഞാൻ അവളെ ആദ്യമായിട്ടല്ല ഉമ്മ വെക്കുന്നു, ഒന്ന് പോടപ്പ. അതിന് മറുപടിയായി അവനൊന്ന് പൂച്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞ് തിരികെ നടന്നു. ഹരി അവിടെ ആലോചിച്ചുകൊണ്ട് നിന്നു. നീ വരുന്നില്ലേ? ആ ഞാൻ വരാം, നീ പോയിക്കോ. പോകുന്ന വഴി തിരിഞ്ഞു അവൻ വിളിച്ചതും ഹരി വിളിച്ചു പറഞ്ഞു. അവനെ നോക്കിക്കൊണ്ട് ഹരി എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അവൻ റൂമിൽ ചെന്ന് ഫ്രഷ് ആവാനായി ടവലും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഫ്രഷായി തിരികെ ഇറങ്ങിയപ്പോഴാണ് ടേബിളിൽ നിന്ന് ഹരിയുടെ ഫോൺ ബില്ലടിക്കുന്ന സൗണ്ട് കേട്ടത്. അവൻ ആ കോള് കണ്ടത് ഒരു സംശയത്തോടെ ഫോൺ എടുത്തു. ഹരിയേട്ടാ? ഫോൺ എടുത്തു. അവിടെ നിന്നുള്ള കിളിനാദം കേട്ട് അവൻ മുഷ്ടിയുരുട്ടി നിന്നു. എന്താ ഹരിയേട്ടാ ഒന്നും മിണ്ടാത്ത? ഇഷ്ടം കൊണ്ടല്ലേ ഏട്ടാ വിളിച്ച് ശല്യം ചെയ്യുന്നു? ഹലോ, ഞാൻ ഹരിയല്ല, അവൻ്റെ ഫ്രണ്ട് അമനാണ്. അവനിവിടെ ഇല്ല. ആരാ സംസാരിക്കുന്നത്? മാള് പറഞ്ഞു. അവൻ മറുപടി പറഞ്ഞു. വിഘ്നേശ്വര. അവൻ പറഞ്ഞു കഴിഞ്ഞതും മാളൊരു ഞെട്ടിലോടെ ദൈവത്തെ വിളിച്ചാൽ ഫോൺ കട്ട് ചെയ്തു. ആ വിളിയിൽ നിന്ന് തന്നെ അത് മാളുവാണെന്ന് അവന് ഉറപ്പായി. കാരണം മാളുവിൻ്റെ ഇഷ്ടഭഗവാൻ ഗണപതിയാണ്. അവൾ ഏത് ആപത്ത് ഘട്ടത്തിലും ആദ്യം വിളിക്കുന്ന പേര് വിഘ്നേശ്വരൻ എന്നാണ്. അവൻ ഹരിയുടെ ഫോൺ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഹരി റൂമിലേക്ക് കയറി വന്നത്. നീ എന്താടാ ഫോൺ നോക്കിയിരിക്കുന്നത്? ആരെയും വിളിച്ചോ? ആര്?
നിന്റെ അജ്ഞാത കാമുകി. അജ്ഞാത കാമുകി നിന്റെ മറ്റവള്. അവൾ ഞാൻ അജ്ഞാത കാമുകില്ല, അജ്ഞാത ഡെഡ് ബോഡി ആക്കും. അവളെന്റെ കയ്യിൽ കിട്ടട്ടെ, ശാപം. നീ പെട്ടെന്ന് റെഡിയാവാ, നമുക്ക് നേരത്തെ ഇറങ്ങണം. ഹരി ദേഷ്യത്തോടെ പറയുന്ന കേട്ട് അമൻ പറഞ്ഞു. അതെന്താടാ നേരത്തെ? ഒരത്യാവശ്യമുണ്ട്. അവൻ അതും പറഞ്ഞുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. ഇവനിതെന്താ പറ്റിയേ? എന്താ ഇത്ര വലിയ അത്യാവശ്യം? അവൻ പോയ വഴി നോക്കി പിറുവിറുത്തുകൊണ്ട് ഹരി വാഷ്റൂമിലേക്ക് കയറി. ഓഫീസിൽ പോകാനായി റെഡിയായി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ദച്ചുവിന്റെ റൂമിൽ നിന്നും അവൾ റെഡിയായിട്ട് ഇറങ്ങിയത്. ഒരു സ്ലീവ്ലെസ് വൈറ്റ് കുർത്തയും മെറൂൺ ലെഗിൻസ് ഇട്ട് വരുന്ന ദച്ചുവിനെ കണ്ടതും അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കയ്യിലെ ഹാൻഡ് ബാഗിൽ എന്തോ നോക്കിക്കൊണ്ട് വന്നുകൊണ്ട് അവനെ അവൾ കണ്ടിരുന്നില്ല. മുന്നിൽ ആരോ നിൽക്കുന്നുണ്ട് തലയുയർത്തി നോക്കിയപ്പോഴാണ് അവൾ അവനെ കണ്ടത്. അവനെ കണ്ടതും അവളൊരു പരിങ്ങലോടെ അവിടെ തന്നെ നിന്നു. അല്പസമയം കഴിഞ്ഞിട്ടും അവനൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് അവൾ അവനെ തട്ടി വിളിച്ചു. പെട്ടെന്ന് ബോധം വന്ന പോലെ അവനവളുടെ മുഖത്തേക്ക് നോക്കി. യു ആർ ലുക്കിംഗ് മോർ ബ്യൂട്ടിഫുൾ. അത് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കവിളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. അവൾ ഞെട്ടലോടെ നോക്കിയത് അവൻ അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി. അതെ, അവിടുന്ന് സ്വപ്നങ്ങളാ താഴേക്ക് ഇറങ്ങിയോ? സ്റ്റെപ്പ് ഇറങ്ങുന്നതിനിടയിൽ അവൻ വിളിച്ചു പറയുന്ന കേട്ടാണ് അവൾക്ക് ബോധം വന്നത്. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കിയതും അവനൊരു കള്ളച്ചിരിയോടെ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് താഴേക്ക് പോയി. അയ്യേ, ആകെ നാണ് കിട്ടും. അവൻ പോയത് നോക്കി ചമ്മലോടെ തലയിലൊന്ന് കൊട്ടി പറഞ്ഞുകൊണ്ട് അവളും താഴേക്ക് ഇറങ്ങി. ഹരി റെഡിയായി വരുമ്പോഴേക്ക് അമ്മനും തെച്ചും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഹരി, പെട്ടെന്ന് കഴിച്ചിട്ട് വാ. ശിവയെ ഓഫീസിലിറക്കിയിട്ട് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. എവിടേക്കാണാ? അത് പോകുന്ന വഴിക്ക് പറയാം. അവൻ ചോദിച്ചതിന് മറുപടി അറിഞ്ഞുകൊണ്ട് അവൻ കൈ കഴുകാനായി പോയി. ദച്ചും ഹരി അവനെ സംശയത്തോടെ നോക്കിയിട്ട് കഴിക്കാൻ തുടങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതും 3 പേരും പെട്ടെന്ന് തന്നെ പോവാനിറങ്ങി. ഓഫീസിന് മുമ്പിൽ കാർ നിർത്തി 3 പേര് അകത്തേക്ക് കയറി. ക്യാബിനിൽ ചെന്ന് അത്യാവശ്യം തീർക്കേണ്ട വർക്ക് തീർത്തിട്ട് ദച്ചിനോട് പറഞ്ഞുകൊണ്ട് അവൻ ഹരിയെയും കൂട്ടി പുറത്തേക്ക് പോയി. എവിടേക്കാണ് പോകുന്നത്? കാറിലിരിക്കുമ്പോൾ ഹരി അമ്മനോട് ചോദിച്ചത് അവൻ മറുപടി അറിയാതെ മുന്നോട്ട് നോക്കി ഓടിച്ചുകൊണ്ടിരുന്നു. അമ്മനൊന്നും പറയുന്നില്ലെന്ന് കണ്ടതും പിന്നെ ഹരിയൊന്നും ചോദിക്കാൻ നിൽക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. കാറ് ബീച്ച് റോഡിലേക്ക് കയറിയതും അവൻ സംശയത്തോടെ വീണ്ടും അവനെ നോക്കിയതും അവൻ യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഡ്രൈവ് ചെയ്യുന്നതാണ് കണ്ടത്. കാറ് പാർക്ക് ചെയ്ത് അവൻ ഇറങ്ങി മുന്നോട്ട് നടന്നു. ഹരി ഒന്നും മനസ്സിലാവാതെ അവന്റെ പിന്നാലെ നടന്നു. അകലെ നിന്നും വരുന്ന തിരമാലകൾ നോക്കി മാറിൽ കയ്യും കെട്ടി അവൻ നിന്നു. 52. അല്പസമയം കഴിഞ്ഞിട്ടും അവന്റെ ഭാഗത്തുനിന്ന് ഒരു അനക്കവും കാണാതായെന്ന് ഹരി പറഞ്ഞു. അല്ല, ഇതൊരു 52 തിരമാലകളായിരുന്നു. എന്താ? പിന്നല്ലാതെ, നേരെ പോലത്തെ ഓഫീസിൽ പോലും പോകാതെ ഇവിടെ നിന്ന് തിരമാല നോക്കിക്കുന്നത് അതിനെ എണ്ണ അറിയാണെങ്കിൽ പിന്നെ എന്തിനാ? ഹരി പറയുന്ന കേട്ട് അവനെ പരിഗണിച്ചുകൊണ്ട് നോക്കി. എന്താണ് പ്രശ്നം? ആ ജെയിംസ് പിന്നെയും പ്രശ്നമല്ല ഉണ്ടാക്കിയത്. ഹരി ചോദിക്കുന്ന കേട്ട് അവനൊന്ന് ചിരിച്ചുകൊണ്ട് അടുത്തുള്ള സ്റ്റോൺ ബെഞ്ചിൽ പോയിരുന്നു. അവനെ നോക്കിക്കൊണ്ട് ഹരി അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. നിനക്ക് മാളുവിനെ കുറിച്ച് എന്താ അഭിപ്രായം? അല്പസമയത്തിന് ശേഷം അവൻ ചോദിച്ചതും ഹരി അവൻ എന്താ ഉദ്ദേശിച്ചെന്ന് മനസ്സിലാവാൻ നെറ്റി വിളിച്ചു. വീട്ടിൽ അവൾക്കൊരു വിവാഹാലോചന വന്നു. പയ്യനെ നിനക്കറിയാം, ദേവരാഗത്തിലെ ശേഖരങ്ങളുടെ മകൻ രോഹിത്. ആള് US ഡോക്ടറാണ്. അവൻ അവളെ ഇവിടെ വെച്ച് കണ്ട് ഇഷ്ടമായിരുന്നു. അവനൊന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് അമ്മ പറഞ്ഞതും ഹരി അവനെ ഞെട്ടലോടെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അവനത് കാണാതിരിക്കാൻ അവൻ വിദഗ്ധമായി മറച്ചു പിടിച്ച്. അവള് സമ്മതിച്ചോ? അല്പസമയത്തിന് ശേഷം ഒരു പതർച്ചയോടെ അവൻ ചോദിച്ചു. അവൾക്കറിയില്ല, എല്ലാവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പറയാന്ന് വെച്ചു. അതിനവനൊന്ന് മൂളിയതേ ഉള്ളൂ. നിന്റെ അഭിപ്രായം എന്താ? ഞാനെന്ത് പറയാനാ, പയ്യൻ ഡോക്ടറല്ലേ. ശേഖരങ്ങളുടെ മോനാകുമ്പോൾ നല്ല കുടുംബ പാരമ്പര്യമുണ്ട്, അവൾക്ക് നന്നായിട്ട് ചേരും. അവൻ ചോദിച്ചത് അവൻ എഴുന്നേറ്റ് തിരിഞ്ഞു നിന്നു. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവനൊരു നിമിഷം കടലിലേക്ക് നോക്കി നിന്നു. ശേഷം ഹരിയോടായി പറഞ്ഞു, നിനക്ക് അവളെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? എന്ത്? മുഖവരൊന്നും കൂടാതെ അവൻ ചോദിക്കുന്ന കേട്ടതും അവൻ അന്തം വിട്ട് അവനെ നോക്കിയിരുന്നു. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? ഒരു നിമിഷത്തിന് ശേഷം ഞെട്ടലോടെ അവൻ ചോദിച്ചു. ഞാൻ ചോദിച്ചത് നിനക്ക് മനസ്സിലായില്ലേ? എൻ്റെ പെങ്ങൾ മാൻവി എന്ന മാളുവിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. കാരണം ഇടയ്ക്കെങ്കിലും അവളെ കാണുമ്പോഴുള്ള നിന്റെ കണ്ണുകളെ തിളക്കം ഞാൻ കണ്ടിട്ടുണ്ട്. കൂടാതെ അവളുടെ വിവാഹം എന്ന് കേട്ടപ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. അവൻ ചോദിക്കുന്ന കേട്ട് കള്ളം പിടിക്കപ്പെട്ട പോലെ അവൻ തലവിളിച്ചിരുന്നു. ഇനി പറ, എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? അവൻ്റെ കുനിഞ്ഞ തല താടിയിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ ചോദിച്ചതും ഹരി അവനെ ഇറുകിയപ്പെടുന്നുകൊണ്ട് കരഞ്ഞു. ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ അത് വേണ്ടടാ, ഞാൻ അവൾക്ക് ചേരില്ല. എന്നെപ്പോലൊരു അനാഥന് അവൾക്ക് ചേരില്ലടാ. തൻ്റെ നെഞ്ചിൽ ചേർന്ന് കണ്ണീരോടെ പറയുന്നവനെ അവൻ ഒരു നിമിഷം നോക്കി നിന്നു. ശേഷം അവനെ അടുത്തി മാറ്റിക്കൊണ്ട് അവനെ രൂക്ഷമായി നോക്കി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഹരി, നീ അനാഥനല്ലെന്ന്. പിന്നെ ഞാൻ നിന്റെ ആരാടാ?
കണ്ടെന്ന് മുതൽ നിന്റെ പെങ്ങളാണെന്ന് പറഞ്ഞു നടക്കുന്ന ശിവ നിന്റെ ആരാ? എടാ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. നീ എൻ്റെ ഫ്രണ്ടിനേക്കാൾ ഉപരി സഹോദരനാണ്. അതുപോലെ ദച്ചു എൻ്റെ കുഞ്ഞ് അനുജത്തിയാണ്. പക്ഷേ മാളുവിനെ കല്യാണം ആലോചിക്കാൻ ഈ ഒരു ഗുണം മാത്രം മതിയോടാ. അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥാലയത്തിൽ വളർന്ന എന്നെപ്പോലെ ഒരുത്തിന് മുത്തശ്ശനും വേദനകളൊക്കെ കോവിലത്ത് നിങ്ങളുടെ രാജകുമാരിയെ തരൂ. അതുമാത്രമല്ല, എന്നെപ്പോലെ ഒരുത്തിന് വിവാഹം കഴിക്കാൻ മാൾ സമ്മതിക്കും. അവൾക്ക് അവളുടേതായ ഇഷ്ടങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. ഹരി പറഞ്ഞു കഴിഞ്ഞു. അത് കേട്ട് അമ്മനൊരു പൊട്ടിച്ചിരിയായിരുന്നു. എന്താ ഹരി, നീ എന്താ പറഞ്ഞ? ആർക്കും ഇഷ്ടമല്ലെന്നോ? വീട്ടിലെല്ലാവരും നിന്നെ പണ്ടേ അവൾക്ക് വേണ്ടി ആലോചിച്ചതാണ്. ഇപ്പം ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ നിന്റെ സ്റ്റാൻഡാർഡ് അവരോട് മറുപടി പറയുന്നതാ. നിനക്ക് അങ്ങനെ ഒരു താല്പര്യമില്ലെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാമെന്ന് കരുതി. അത് കേട്ടത് ഹരിയുടെ മുഖത്ത് പുഞ്ചിരി വിടുന്നു. എന്നാൽ അതുപോലെ തന്നെ മാഞ്ഞു. മാളു? അവൻ്റെ ചിരി മാഞ്ഞ് കണ്ട് സംശയത്തോടെ നോക്കുന്ന അമ്മനെ നോക്കി അവൻ പറഞ്ഞു, എൻ്റെ ഹരി, അവളെൻ്റെ പെങ്ങളായതുകൊണ്ട് പറയില്ല. പ്രണയത്തിൻ്റെ കാര്യത്തിൽ അവൾ എന്നെക്കാൾ വളഞ്ഞ വിത്ത. അവൻ പറയുന്നേട്ട് ഒരു ചിരിയോട് അമ്മൻ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അമ്മൻ നെറ്റി വിളിച്ചു. മനസ്സിലായില്ല അല്ലേ? അമ്മൻ ചോദിച്ചതും അവനില്ലെന്ന രീതിയിൽ തലയാട്ടി. നിന്നെ ഫോൺ വിളിക്കുന്ന പെൺകുട്ടിയാരാണെന്ന് മനസ്സിലായോ? ഇല്ല, അവളെൻ്റെ കയ്യിൽ അങ്ങനെ കിട്ടിയാലുണ്ടല്ലോ ആദ്യമുള്ള ആ ഫോൺ പിടിച്ചു വാങ്ങി എറിഞ്ഞു പൊട്ടിക്കും. എന്തൊരു ശല്യം, നാശം. അതിനൊന്ന് മൂളിക്കൊണ്ട് അവൻ ചോദിച്ചതും അവൻ അതിന് ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു. അതിന് മറുപടിയായിട്ടും ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എന്നാൽ പിന്നെ നേരെ ശ്രീലങ്ക ഗോപുരത്തേക്ക് ചെന്ന് മാൻവി തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചോ. വാട്ട്? ബീച്ചിലെ സ്റ്റോൺ ബെഞ്ചിൽ തലക്ക് കയ്യുന്നായി കുനിഞ്ഞിരിക്കായിരുന്നു ഹരി. അവൻ്റെ അടുത്ത് തന്നെ ഒരു പുഞ്ചിരിയോടെ അമ്മനും ഉണ്ടായിരുന്നു. ഡാ, നീ ഇതെങ്ങനെ അറിഞ്ഞു? അത് മാളുവാണെന്ന് എനിക്ക് ഉറപ്പുണ്ടോ? വേറെ ആരെങ്കിലും ആണെങ്കിലും? അല്പസമയത്തിന് ശേഷം മുഖമുയർത്തി ആശങ്കയോടെ ചോദിക്കുന്നവരെ നോക്കി അമ്മനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, എൻ്റെ പെങ്ങളുടെ ശബ്ദം എനിക്ക് മനസ്സിലാവില്ലടാ. അവളുടെ ശബ്ദം ആദ്യമായിട്ട് നിന്റെ ഫോണിലൂടെ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്. പിന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റിയില്ല. പക്ഷേ ഇന്ന് രാവിലത്തെ ആ കോളിൽ അത് ഞാൻ ഉറപ്പിച്ചു. എങ്ങനെ? അമ്മൻ പറഞ്ഞു കഴിഞ്ഞതും ഹരി ചോദിച്ചു. മാളുവിൻ്റെ ഇഷ്ടഭഗവാൻ ആരാ? ഗണപതി. അമ്മൻ ചോദിച്ച ഹരി പറഞ്ഞു. അതെ, ഗണപതി. നീ ശ്രദ്ധിച്ചിട്ടില്ലേ? മാളു എപ്പോൾ ദൈവത്തെ വിളിച്ചാലും വിഘ്നേശ്വരനെയാണ് വിളിക്കുന്നത്. പ്രാർത്ഥനയിൽ പോലും വിഘ്നേശ്വര വിനായക എന്നാണ് അവൾ പറയുന്നത്, അല്ലേ? അതെ, അത് അവൾ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നല്ലേ? അമ്മൻ പറഞ്ഞത് ഹരി തിരികെ പറഞ്ഞു. നീ എപ്പോഴെങ്കിലും നിനക്ക് വരുന്ന കോളിൽ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അമ്മൻ ചോദിച്ചതും ഹരി അവൾ പറഞ്ഞൊക്കെ ഒന്നുകൂടി ഓർത്തു നോക്കി. എൻ്റെ വിനായക, ഇത് എന്തൊരു ചീത്ത! ഓ, എന്നെ ചെവി അടിച്ചു പോയി. എൻ്റെ വിഘ്നേശ്വരൻ തന്നെ എനിക്ക് ഹരിയേട്ടനെ എൻ്റെ ഭർത്താവായി തരും. നോയിക്കോ. അതാലോചിച്ചതും അവൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിടന്നു. അവനെ ശ്രദ്ധിച്ചിരുന്ന അവൻ്റെ ചുണ്ടിലും അതേ പുഞ്ചിരി വിടന്നു. ഡാ, ആ കള്ളിയൊരു സൂചന പോലും എനിക്ക് തന്നില്ലല്ലോ. ഇനി വിളിക്കട്ടെ, ശരിയായി കൊടുക്കാം. അവളുടെ ഒരു ഒളിച്ചു കളി. ഹരി അതീവ സന്തോഷത്തോടെ അവനെ നോക്കി പറഞ്ഞു. ഇപ്പം നീ ഇത് അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. തന്നെ നോക്കി സന്തോഷത്തോടെ പറയുന്നതിനോട് അവൻ പറഞ്ഞതും അവൻ്റെ നെറ്റി വിളിഞ്ഞു. നിന്നെ ഇങ്ങനെ പറ്റിച്ചവൾക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണ്ടേ? അവൻ്റെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. എന്ത് പണി? അവൻ പറഞ്ഞതും ഹരി സംശയത്തോട് ചോദിച്ചു. അത് എന്നും പറഞ്ഞ് അവൻ കുറച്ച് കാര്യങ്ങൾ ഹരിയോടായി പറഞ്ഞു. അത് വേണോടാ, അവൾക്ക് നല്ല വിഷമാവും. അവൻ പറഞ്ഞു കഴിഞ്ഞത് ഹരി ചോദിച്ചു. ഓ, കാമുകന് സഹിക്കുന്നില്ല. എന്നാലേ കാമുക ഇത്തിരി വിഷമിക്കട്ടെ. ഹരി പറഞ്ഞിട്ട് അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പോടാ. അതിനവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, എന്നാൽ പിന്നെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി ശരിക്കുവാ, നമുക്ക് പോവാം. ഓഫീസിലേ എൻ്റെ പെണ്ണ ഒറ്റയ്ക്ക. അതും പറഞ്ഞുകൊണ്ട് അവൻ ഹരിയുടെ കയ്യിൽ പിടിച്ച് വലിച്ച് കാറിനടുത്തേക്ക് നടന്നു. ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഹരിയുടെയും മാളുവിൻ്റെയും കാര്യം അന്ന് തന്നെ അമ്മന് വിളിച്ച് പറഞ്ഞിരുന്നു. മാളുവിനോട് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അങ്ങനെ മാളു ആരും അറിയാതെ ഹരിയുടെയും മാളുവിൻ്റെയും കല്യാണം വീട്ടുകാർ ഉറപ്പിച്ച്. അതിനുശേഷം മാളു വിളിക്കുമ്പോഴൊന്നും ഹരി ഫോൺ എടുക്കാറില്ല. പാവം കുട്ടി ഇപ്പോഴും ഒന്നും അറിയാതെ ഹരിയെയും സ്വപ്നം കണ്ട് നടക്കുക. ഇപ്പം അമ്മൻ്റെ ഏകദേശ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വെച്ച് തന്നെയാണ്. ഇല്ലെങ്കിൽ അമ്മൻ്റെ തനി സ്വഭാവം കൊച്ചറിയും. രാവിലെ അമ്മന് ഓഫീസിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എടുത്തു വയ്ക്കാനും തെച്ചു. അപ്പോഴാണ് ടേബിളിൽ നിന്ന് അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്ന സൗണ്ട് കേട്ടത്. വാഷ്റൂമിലായതുകൊണ്ട് ബെല്ലടിച്ചത് അവൻ അറിഞ്ഞിരുന്നില്ല. പലതവണ റിങ് ചെയ്ത് നിന്നു. രണ്ടാമത് റിങ് ചെയ്യാൻ തുടങ്ങിയതും അവൾ വാഷ്റൂമിലേക്ക് നോക്കി. അമ്മനെ കാണാത്തതുകൊണ്ട് അവൾ ചെന്ന് അവൻ്റെ ഫോൺ കയ്യിലെടുത്തു. പെട്ടെന്ന് അതിലെ ഫോട്ടോയും ടൈപ്പ് ചെയ്തിരുന്ന പേരും കണ്ടതും അവൾ ഞെട്ടിത്തരിച്ചു പോയി. ദച്ച് ഫോണും കയ്യിൽ പിടിച്ച് എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങി വന്ന്. നീ എന്താ ഫോണും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്? പെട്ടെന്ന് മുന്നിൽ വന്ന് അവൻ ചോദിച്ചപ്പോൾ അവൾ സ്വഭാവത്തിലേക്ക് വന്നു. അത് അവളൊന്നും പറയാൻ നിൽക്കുന്നത് കണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കി. അതിൽ ലാസ്റ്റ് വന്ന കോൾ കണ്ടതും അവനൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ദച്ചുവിനെ നോക്കി. അവൻ്റെ ഓരോ ഭാവങ്ങൾ നോക്കുന്ന ദച്ചുവിനെ നെറ്റി വിളിഞ്ഞു. ദേവേട്ടിന് മാളുവിനെ അറിയോ?
ഒരു മുഖവരും കൂടാതെയുള്ള അവളുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടതും അവനൊന്ന് മൂളി. എങ്ങനെ? അവനെ മറുപടി കേട്ടതും അവൾ ഞെട്ടനോട് ചോദിച്ചു. ശിവ, നീ റെഡിയാവും, നമുക്കൊന്ന് പുറത്തു പോവാം. അവളുടെ ചോദ്യത്തിന് മറുപടി അറിയാതെ അവൻ തിരിച്ചു പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം തരാം, നീ ഇപ്പോൾ റെഡിയായിട്ട് വാ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവനിട്ട് ആളുടെ ഡ്രസ്സിനെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി. അവൻ പോകുന്നു നോക്കി അവളൊരു സംശയത്തോടെ നിന്നു. ദേവേട്ട എന്താ ഒന്നും പറയാതെ പോയത്? മാളു, അവൾ എങ്ങനെ ഏട്ടനറിയാം? ഇനി എന്നെ ഇവിടെ കൊണ്ടുവരാൻ സഹായിച്ചത് മാളുവാണോ? അവൾ എന്നെ ചതിക്കുകയായിരുന്നു. 4 വർഷം ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടും ഞങ്ങൾ തമ്മിൽ അധികം ഫ്രണ്ട്ഷിപ്പൊന്നും ഉണ്ടായിട്ടില്ല. ഹൗസ് സർജൻസി ചെയ്യുമ്പോഴാണ് ഞങ്ങൾ കൂടുതൽ അടുത്ത്. ഇനി ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവൾ ഞങ്ങളോട് അടുത്ത്. ഒന്നും മനസ്സിലാവാതെ അവൾ ബെഡിലേക്ക് ഇരുന്നു. അവൻ റെഡിയായി വന്നു ബെഡിൽ തലകുനിച്ചിരിക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത്. അവളുടെ ഇരിപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അവൾ ഈ ലോകത്തൊന്നും അല്ലെന്ന്. അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് അവന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് പോയി. തോളിൽ ഒരു കരസ്പർശമേറ്റാണ് അവൾ മുഖമുയർത്തി നോക്കിയത്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന അമനെ കണ്ട് അവൾ പതിയെ എഴുന്നേറ്റു. വെറുതെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു വിട്ടണ്ട, എല്ലാം ഞാൻ പറയാം. പക്ഷേ ഈടെ വെച്ചല്ല, പുറത്തു പോയി റെഡിയായിട്ട് വാ. അവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ തോളിലും തട്ടി. അവനെ നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ അവൾ റെഡിയാവാനായി പോയി. തുടരും.